സുഖമായിട്ടിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് നമുക്കൊരു അടിപൊളി താറാവിൻ്റെ കറി ഉണ്ടാക്കിയെടുക്കാം. ഇതൊരു കോട്ടയം സ്റ്റൈലിലാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ കഴുകി വൃത്തിയാക്കിയ താറാവിലേക്ക് കുറച്ച് ഉപ്പും ഇഞ്ചി, വെളുത്തുള്ളി, അതേപോലെ തന്നെ പച്ചമുളക്, ഒരുപാട് ചേർക്കേണ്ട ആവശ്യമില്ല, ഒരു 2 പച്ചമുളക് അത് മതിയാകും. പിന്നെ ഒരു ചെറിയ 2-3 സവോള ചെറുതാക്കി അരിഞ്ഞത് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് വേണ്ടത് മഞ്ഞൾപ്പൊടി, മുളക് പൊടി കാശ്മീരി മുളക് പൊടിയും സാദാ മുളക് പൊടിയും രണ്ടും ഞാൻ ചേർത്തിട്ടുണ്ട്. അതേപോലെ തന്നെ കുറച്ച് നമ്മുടെ കുരുമുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ട് ഒരു 1/2 കപ്പോളം വെള്ളവും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഈ ഒരു മിക്സ് ആ ഒരു ഇറച്ചിയിലേക്ക് എത്തുന്ന പോലെ നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കൈ വെച്ചാണെങ്കിൽ മിക്സ് ചെയ്യാം, പക്ഷേ കൈ വെച്ച് ഇളക്കുമ്പോൾ ഇതിൻ്റെ എല്ലുകൾ കുറേ ഉണ്ടാകും ഈ ഒരു താറാവിന്, അപ്പോൾ നമ്മുടെ കയ്യിലൊക്കെ കൊണ്ടു കയറാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഇതേപോലെ ഒരു തവി വെച്ചിട്ടാണെങ്കിൽ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുള്ളിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഞാൻ ആഡ് ചെയ്തിട്ട് നല്ലോണം ഇതിന് വേവുണ്ട് കേട്ടോ. അപ്പോൾ ഒരു 5-6 വിസിലോളം അടുപ്പിച്ച് നല്ല പോലെ ഇത് വേവിച്ചെടുക്കണം. ആ സമയം കൊണ്ട് നമുക്ക് ഇതിനുള്ളിലേക്ക് അരപ്പ് തയ്യാറാക്കാം. അപ്പോൾ ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് അത് ചൂടാകുമ്പോഴേക്കും വെളിച്ചെണ്ണയാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. വെളിച്ചെണ്ണയാണ് ഈ ഒരു ഇറച്ചിക്ക് നല്ല പെർഫെക്റ്റ് ടേസ്റ്റ് തരിക. അങ്ങനെ കടുക് നല്ലപോലെ പൊട്ടി അതിനുള്ളിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളി കുറച്ച് പേസ്റ്റ് ആക്കിയുള്ളത് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ലവണ്ണം ഒന്ന് മൂത്ത് വരട്ടെ കേട്ടോ. പിന്നെ ഒരു 2-3 പച്ചമുളക് കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഓൾറെഡി നമ്മൾ ഇട്ടിട്ടുണ്ട് പച്ചമുളക്, അപ്പോൾ നമ്മൾ ആ ഒരു എരിവിനനുസരിച്ചുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കുക. പിന്നെ ചുമന്നുള്ളി ചേർക്കുന്നത് ഈ ഒരു കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാക്കും. അപ്പോൾ ഞാനൊരു പിടിയോളം ചുമന്നുള്ളി ഉണ്ടായിരുന്നു, അതും ഇട്ട് കൊടുത്തു. അതൊന്ന് ജസ്റ്റ് ഒന്ന് വഴണ്ടി വരുമ്പോഴേക്കും ബാക്കി സബോള നമുക്ക് ചേർത്ത് കൊടുക്കാം. സബോള ഞാനിവിടെ എടുത്തിരിക്കുന്നത് ടോട്ടൽ 3 സബോളയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. മീഡിയം സൈസുള്ള സബോളയാണ്. അപ്പോൾ അത് നല്ലവണ്ണം ഒന്ന് വഴണ്ടി വരട്ടെ. പിന്നെ ഏത് കറി ഉണ്ടാക്കിയാലും നമ്മൾ കറിവേപ്പില കുറേ ഇട്ടുള്ളൂ കേട്ടോ, അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാകും ആ ഒരു കറിക്ക്. അപ്പോൾ ഞാൻ ഒരുപാട് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്, അപ്പോൾ ആ കറിക്ക് നല്ലൊരു ടേസ്റ്റ് ആയിക്കോട്ടെ. പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് ചെറിയ പീസാക്കി അരിഞ്ഞിട്ടുള്ള തേങ്ങയാണ് കേട്ടോ. അത് കൊത്തിയെടുത്ത തേങ്ങ എന്ന് പറയും. അതൊരു ജസ്റ്റ് ഒരു പിടിയോളം ഞാനൊന്ന് ജസ്റ്റ് ഒരു ടേസ്റ്റിന് കഴിക്കുമ്പോഴത്തേക്ക് ഒന്നൊന്ന് കടിക്കാൻ കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ ആ ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് ഞാനൊന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നല്ലതുപോലെ ഇത് വഴറ്റിയെടുക്കണം. പിന്നെ നമ്മൾക്ക് തക്കാളി നമുക്ക് ചേർത്ത് കൊടുക്കണം. അത് ചെറുതായിട്ട് അരിഞ്ഞിട്ട് നിങ്ങൾക്ക് പേസ്റ്റാക്കി അങ്ങനെ വേണമെങ്കിൽ ഉപയോഗിക്കാം. ഞാനിതേപോലെ അരിഞ്ഞിട്ടുള്ള തക്കാളിയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതാ നമ്മുടെ ഇറച്ചി ഇവിടെ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇതിപ്പോൾ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും. കുറച്ച് വെള്ളം നമ്മൾ ഓൾറെഡി കൊടുത്തിട്ടുണ്ടായിരുന്നു, അത് വേകാനുള്ള ആ വെള്ളം നമുക്ക് കളയരുത്. അപ്പോൾ നമ്മുടെ വഴറ്റി വെച്ചിരിക്കുന്നതിലേക്ക് നമുക്ക് പൊടികളായിട്ട് ചേർത്ത് കൊടുക്കാം. മല്ലിപ്പൊടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ജസ്റ്റ് ഒന്ന് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷമാണ് ബാക്കി ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അപ്പം എരിവിന് വേണ്ടിയിട്ട് മുളക് പൊടി, അതേപോലെ തന്നെ നല്ല മുളക് പൊടി, കാശ്മീരി മുളക് പൊടിയും ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് എരിവിനനുസരിച്ച് തന്നെ നിങ്ങൾ ചേർക്കുക. നിങ്ങളുടെ ആ ഒരു പ്രിഫറൻസ് അനുസരിച്ച് തന്നെ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത് നല്ലപോലെ ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ആ പൊടികളുടെയൊക്കെ പച്ചമണം നല്ലപോലെ മാറണം, ഇല്ലെങ്കിൽ ആ കറിയുടെ ടേസ്റ്റ് നമുക്ക് കിട്ടുകയില്ല. അപ്പോൾ നല്ലപോലെ ജസ്റ്റ് ഒന്ന് എല്ലായിടും ആകുന്ന പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ നമ്മൾക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. ഓരോ പൊടികളും ചേർത്ത് കൊടുത്തിട്ട് ഞാൻ ജസ്റ്റ് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് കുരുമുളക് പൊടിയും കൂടിയാണ് കേട്ടോ. അതും ഞാൻ ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് എടുത്തു. പിന്നെ നമുക്ക് മസാല, വീട്ടിൽ പൊടിച്ച മസാല, അതാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് പാക്കറ്റാണെങ്കിലും ഉപയോഗിക്കാം, പക്ഷേ ഏറ്റവും നല്ല ടേസ്റ്റ് നമ്മൾ വീട്ടിൽ പൊടിച്ചെടുത്ത മസാല തന്നെ ചേർക്കുമ്പോഴാണ് കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടെ നന്നായിട്ട് ജസ്റ്റ് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. അപ്പോൾ അതേസമയം നമ്മൾ ഇറച്ചിക്കുള്ളിലേക്ക് നമ്മൾ ഓൾറെഡി ഇട്ട് വെച്ച വെള്ളം ഉണ്ട്, അത് നമ്മൾ കളയുന്നില്ല, അത് ഈ ഒരു ഇതിനോട്ട് നമ്മൾക്ക് എടുക്കാം. അപ്പോൾ ഞാൻ കുറച്ചായിട്ട് ആ ഒരു വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ മസാല ജസ്റ്റ് ഒന്നൊന്ന് ലൂസായി വന്നിട്ടുണ്ട്. അപ്പോൾ ആ പച്ചമണവും ആ കാര്യങ്ങളും ഒക്കെ പോയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് വിനാഗിരി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഈ ഒരു സമയത്ത്. അത് ആ കറിക്ക് ജസ്റ്റ് ഒരു പുളിപ്പും കാര്യങ്ങളൊക്കെ ലഭിക്കാൻ വേണ്ടിയിട്ടാണ്, ആ ഒരു ഗ്രേവിക്ക് വന്നിട്ട്. പിന്നെ ഒരു കാര്യം പ്രത്യേകം പറയാനുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഈ ഒരു കറി തലേ ദിവസം ഉണ്ടാക്കിയിട്ട് പിറ്റേ ദിവസം ഉപയോഗിക്കുമ്പോഴാണ് ഈ ഒരു കറി നല്ല പെർഫെക്റ്റ് ആവുക കേട്ടോ. അപ്പോൾ നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ആ ഒരു ഇറച്ചിയും അതിൻ്റെ കൂടിയ വെള്ളവും എല്ലാം കൂടെ നമ്മൾ ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കുക.
അത്ര ഉള്ളൂട്ട്. നല്ല സിമ്പിളായിട്ട് ഈസി ആയിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് നമ്മളിവിടെ നാടൻ താറാവ് കറി റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. നല്ല സൂപ്പർ ടേസ്റ്റാണ്. ബൈ.